ഇൻ്റെ പഠിച്ചോനെ ഈ ഒരു 1.5 ആയിട്ട് നമുക്ക് ഇതന്നെ ഒരു പരിപാടി. ആശുപത്രി മരുന്ന് ഗുളിക, ആശുപത്രി മരുന്ന് ഗുളിക, ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു 1.5 ആഴ്ച നമുക്ക് പരിപാടി. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട്, എന്താ അത്ര വലിയ സൂക്കേട് എന്നൊക്കെ പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല, അതാ തട്ടിയും മുട്ടിയൊക്കെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. പതിവ് പോലെ തന്നെ നേരത്തെ കാലത്ത് അങ്ങോട്ട് നീച്ചിട്ടില്ല. ഇന്ന് സ്കൂളില്ലാത്ത ടൈം ആയത് കാരണം ഇത്തിരി നേരം വൈകിട്ടാണ് നീച്ചിട്ടുള്ളത്. നീച്ചപ്പോൾ തന്നെ വേഗം ചോറും കറിയും കാര്യങ്ങളൊക്കെ വെക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഒരു വിശേഷം കൂടി പറയാനുണ്ട്. നമ്മൾ അച്ചമ്മ വിരുന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 ദിവസമായി ഈ വിരുന്ന് വന്നിട്ട്. അപ്പം അച്ചമ്മ അവിടെ ഉണ്ട്. അച്ചമ്മനെ ഇടക്കും തിരക്കൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഈ വീഡിയോൻ്റെ ഇടയിലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന നേരത്തൊന്നും അമ്മ ഈ അടുത്ത് എവിടെയൊന്നും ഉണ്ടാവില്ല. ആങ്ങളാരെ വീട്ടിൽ കൂടെ ആയിക്കൂടാണ്ട് പോകും കേട്ടോ. അതാണ് അമ്മൻ്റെ പ്രത്യേകിച്ച് വീഡിയോയിൽ കിട്ടാത്തത്. അപ്പം മക്കളൊക്കെ അതാക്കണം നീച്ച് വരുന്നേ ഉള്ളൂ. എൻ്റെ ചോറ് അടുപ്പത്ത് ആയി. പിന്നെ ഞാൻ ചായ കുടിച്ചു. ഇനിയിപ്പോൾ ഒന്നും പുഴയിലൊന്നും പോകണം. കുളിച്ചിട്ട് നനച്ചിട്ടൊന്നും ഇല്ലേ. അപ്പോൾ അടുക്കള നോക്കണ്ട, അടുക്കള ആകെപ്പാട് അലമ്പായിട്ടാണ് കിടക്കണത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കണം. ഇതിൻ്റെ ഇടയിൽ ഇതാ മടിയത്തപ്പണിയാണ് എടുക്കുന്നത് കേട്ടോ. അകത്തുനിന്നാണ് ഞാൻ വർഗമൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നതിനെ അകത്തുനിന്നാണ്. പിന്നെ ചെറുതായിട്ട് കൈവേദനയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഡോക്ടറെ കാട്ടാൻ പോകണം. ഇതൊക്കെ തന്നെയാണ് നമ്മളെ സൂക്കേട്. പൊതുവെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് സൂക്കേടും കാര്യങ്ങളും വലിയ ജലദോഷവും അങ്ങനെ വന്ന് കിട്ടലില്ല. പക്ഷെ വന്ന് കിട്ടിയാൽ ചെറുതായിട്ടൊന്ന് മേത്തേക്ക് പിടിക്കുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടെന്നാൽ എന്താണെന്ന് വെച്ചാൽ അടുക്കള പണിയാണല്ലോ അല്ലേ. പൊതുവെ നമുക്ക് ഇതാ അടുക്കള പണി കഴിഞ്ഞിട്ടുള്ളൂ വേറെ എന്തൊരു പണി എടുക്കാനായിട്ട്. അങ്ങനെ എന്താക്കണേ, ചോറടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിക്ക് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും വേണം. പിന്നെ അമ്മയൊക്കെ വന്നാലല്ലേ സ്പെഷ്യൽ എന്താ ചോദിച്ചാൽ നമുക്കിങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ നാടൻ കറികളോട് താല്പര്യം. ചക്ക കൂട്ടാനും മുരിങ്ങാ താളിപ്പും മത്തൻ്റെ താളിപ്പും അങ്ങനത്തെ ഇലക്കറികൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷം. പിന്നെ ഇറച്ചി മീനും കുറച്ചേ കൂട്ടുള്ളൂ കേട്ടോ. ഇവിടെ ചായക്കുടിയും ടി വി ആണല്ലോ ഒക്കെ പാടെയാണ്. ഇപ്പോൾ ടി വി ഉണ്ടായതുകൊണ്ട് നെറ്റ് വലിക്കുക, ടി വിയിൽ ഇതാക്കുന്ന റീൽസ് കാണുക, ഇതൊക്കെ തന്നെയാണ് പരിപാടി ഉള്ളത്. അച്ഛമ്മ സ്ഥലം കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മേൻ്റെ വീട്ടിൽ കൂടെ അങ്ങനെ പോയിട്ടുണ്ട്. അമ്മേൻ്റെ ആങ്ങളാരെ വീട്ടിൽ കൂടെ എല്ലാവരും വീട്ടിൽ കൂടി വിസിറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. എപ്പോഴെങ്കിലല്ലേ നമ്മളെ വീട്ടിൽ വിരുന്ന് വരുള്ളൂ. അപ്പോൾ അമ്മ വന്നത് കാരണം നമ്മൾ ഹാളിലാണ് കേട്ടോ കിടക്കുന്നത്. അച്ഛമ്മക്ക് ഒരു റൂം ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ മക്കളും തന്നെ അച്ചമ്മ വന്ന സന്തോഷത്തിൽ തന്നെയാണ് അമ്മേനോട് വർത്താനം പറയലും കളിയും ചീരിയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഏറെക്കുറെ ഫോണുമ്മരാണ് മക്കൾ. അങ്ങനെ ഇതാക്കണം. ഞാൻ ഈ പതിവ് പോലെ തന്നെ ഞാൻ എൻ്റെ പണിയെടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ആര് വന്നാലും പോയാലും നമുക്ക് ഇതാക്കണം, ഇവിടുന്ന് ഇറങ്ങാനല്ല നേരമില്ല. അപ്പോൾ ചോറ് വെക്കട്ടെ. നമുക്ക് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും കഞ്ഞി കൂടി നിർബന്ധമാണ് കേട്ടോ. ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ ഒരു 10-11 മണിയാകുമ്പോൾ ഒരു കഞ്ഞി കൂടി നിർബന്ധമാണ്. അതുകൊണ്ടാണ് കേട്ടോ സ്കൂളില്ലാത്തത്. അന്നും കൂടി ഞാൻ നേരത്തെ കാലത്ത് ചോറ് വെക്കണത്. ചോറ് വെച്ചാൽ അപ്പം നമുക്ക് നേരത്തിന് കഞ്ഞി കാര്യങ്ങളൊക്കെ കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. അല്ലെങ്കിൽ നമ്മളതൊക്കെ ഒരു 12 മണി അടുപ്പിച്ചാണ് നമ്മൾ ചോറ് കൂട്ടാനൊക്കെ വെക്കുള്ളൂ സ്കൂളില്ലാത്ത ടൈമിൽ. സ്കൂൾ ഉണ്ടാകുമ്പോൾ ഏതായാലും നേരത്തെ കാലത്ത് സ്കൂൾക്ക് കൊണ്ടാക്കാൻ കണ്ട് വെക്കണമല്ലോ. അപ്പോൾ എൻ്റെ ചോറൂട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിലാണ് മൂപ്പർ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കഞ്ഞിക്ക് കൊണ്ടുവരാനായിക്കണ്, കഞ്ഞി കൊണ്ടുവരുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു ചമ്മന്തി ഒരു കാന്താരി ഉണ്ട് ഇവിടെ, അപ്പോൾ അതിനോടൊരു ചമ്മന്തി ഇറക്കാമെന്നുള്ളത്. അങ്ങനെ കഞ്ഞിയും കൊണ്ട് ഞാനിതാകണ് പുഴയിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് മൂപ്പർക്ക് പണിയുള്ളത്. അപ്പോൾ ഞാനിട്ട് കുളിച്ചിട്ടുമില്ല. അപ്പോൾ ഒന്ന് കുളിച്ചൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ചവിട്ടിയും കാര്യങ്ങളൊക്കെ തിരുമ്പാനായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി മക്കൾ കൊണ്ടുവരും കേട്ടോ. അമ്മയും മക്കളും വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കഞ്ഞിയും കൊണ്ട് നേരത്തേക്കാലത്ത് അങ്ങോട്ട് പുറപ്പെട്ടു. അപ്പോൾ നമ്മളെ തറവാട് അറിയണത് ചാത്തല്ലൂർ കേട്ടോ. ഒതായി കഴിഞ്ഞിട്ട് ചാത്തല്ലൂർ, ഇടവണ്ണ കഴിഞ്ഞിട്ട് ഒതായി കഴിഞ്ഞിട്ട് ചാത്തല്ലൂർ, അവിടെയാണ് നമ്മളെ തറവാടില്ലേ. മൂപ്പരെ വീടില്ല കേട്ടോ, നമ്മളെ പുതിയാപ്പളിൻ്റെ വീടില്ല, അവിടെയാണ്. പിന്നെ നമ്മൾ വീട് വേറെ വെച്ച് താമസിച്ചത് അമ്മേൻ്റെ വീട്ടിലാട്ടോ. നമ്മളെ അമ്മായിയമ്മേൻ്റെ വീട്ടിലാണ് വേറെ വീട് വെച്ച് താമസിച്ചത്. അതൊക്കെ വലിയ കഥയാണ്. അതൊക്കെ പറയാൻ നിൽക്കുകയാണെങ്കിലല്ലോ ഈ എപ്പിസോഡൊന്നും തീരൂല മക്കളെ. അതുകൊണ്ട് അങ്ങനെ ആക്കട്ടെ. അപ്പം അങ്ങനെ പുഴയിലെത്തി. മൂപ്പർക്ക് കഞ്ഞിയൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞാൻ ഇനി കുളിക്കട്ടെ എന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ട്, മഴക്കാലമാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ നല്ല വെയിലാണ്. അപ്പോൾ ചവിട്ടിയൊക്കെ ഒന്ന് നല്ലപോലെ തിരുമണമെങ്കിൽ പുഴയിൽ തന്നെ കൊണ്ടുവരണം കേട്ടോ. നമ്മളെ ബക്കറ്റിലെ വെള്ളം കൊണ്ട് കുത്തിയൊലുമ്പി എടുത്താലേ ശരി തന്നെ ആവൂല. അങ്ങനെ ഇതാക്കണം. നിറയെ ചളിയുണ്ട്. കുറേ ദിവസമായി തിരുമ്പിയിട്ടും. അതിന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനങ്ങോട്ട് പോന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇത്തിരി മുരിങ്ങ പൊട്ടിക്കാനുണ്ട് കേട്ടോ. ഈ ഒരു മുരിങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഞാൻ കാണലുണ്ട്. അപ്പോൾ കാക്കാനോട് ചോദിച്ചപ്പോൾ എന്നാൽ പൊട്ടിച്ചോ എന്നാണ് പറഞ്ഞത്. അപ്പം ഒന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതാക്കണ മുരിങ്ങൻ്റെ ചുവട്ടിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് ദൂരം തന്നെ ഉള്ളൂ നമ്മളെ വീട്ടിൽ കേട്ടോ. പുഴയും വീടുമായിട്ട് വലിയ അകലം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓടിപ്പാഞ്ഞ് കുളിക്കാനായിട്ട് സുഖമാണ്. അപ്പോൾ ഇട്ട ഡ്രസ്സിൽ തന്നെ അങ്ങനെ തന്നെയാണ് മുങ്ങിയിട്ടാണ് പോകുന്നതാണ് കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ മുരിങ്ങ പൊട്ടിച്ചിട്ട് പോരട്ടെ. അപ്പോൾ കുറേ മുരിങ്ങ ഉണ്ട് കേട്ടോ ഇവിടെ, കുറേ തൈ ഉണ്ട്.
അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എവിടെയെങ്കിലും ഒരു നാര് കളുത്താലായി. അതേപോലെ തന്നെ കറിവേപ്പിൻ്റെലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫോൺ ഇവിടെ എവിടെയും വെക്കാമെന്ന് വിചാരിച്ച് വെക്കുമ്പോൾ ഫോൺ ഏത് കൊമ്പുമ്പോഴും നിൽക്കണില്ല. ഏതായാലും ഞാൻ 2 ഇല്ലി മുരിങ്ങ പൊട്ടിച്ച് പോട്ടെ, നമുക്കൊന്ന് താളിച്ച് കൊടുക്കാമല്ലോ ഉച്ചക്കൊക്കെ. പിന്നെ മീൻ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതും കൂടി വറുത്ത് കൊടുത്താൽ സന്തോഷമായി, സമാധാനമായി, നമ്മളെ പണിയും കഴിഞ്ഞ് നമുക്ക് സന്തോഷമാകും കേട്ടോ. അപ്പം അങ്ങനെയാണ്. നിങ്ങളെ നാട്ടിൽ കൂടെയൊക്കെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമ്മളെ നാട്ടിൽ കൂടെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വന്നാൽ ഭയങ്കര മഴയാവും, പക്ഷേ പുഴയിൽ നല്ല വെള്ളം കൂടുതലുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വേഗം മുരിങ്ങ താളിക്കട്ടെ എന്ന് വിചാരിച്ച് അമ്മയും മക്കളും കൂടി ആക്കം പോലെയാണ് പുഴയിൽ നിന്ന് കയറി വരുന്നത്. അമ്മ കുറേ കാലം കൂടിയിട്ട്, കുറേ മാസങ്ങൾ അല്ലെങ്കിൽ കൊല്ലങ്ങൾ കൂടിയിട്ടാണ് തോന്നുന്നു പുഴയ്ക്ക് പോണത്. അങ്ങനെ നമുക്ക് വേഗം ജലദോഷം പിടിക്കും, ചുമ ഉണ്ടാവും. ചുമ പൊതുവേ ഉണ്ട്. ഈ പ്രഷറൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഭയങ്കര ചുമയുണ്ട് നല്ലോണം. അപ്പോൾ ഈ പുഴയത്തെ വെള്ളം കൂടി ആകുമ്പോൾ നല്ല തണുപ്പല്ലേ. അപ്പം അങ്ങനെ പറഞ്ഞേക്കലില്ല. ഇവിടെ വരുമ്പോഴും കൂടി വെറുതെയും കൂടി പുഴയിൽ കൂടെ ഒന്നും നടക്കാനൊന്നും പോകലില്ല കേട്ടോ അമ്മ. അപ്പം അങ്ങനെയാണ്. അമ്മ വരുമ്പോഴത്തേൻ്റെ അടുക്കളപ്പണികൾ കഴിച്ചെടുക്കട്ടെ. മുരിങ്ങ താളിക്കണം. പിന്നെ എന്തെങ്കിലും മീൻ വരികയാണെങ്കിൽ നമുക്ക് വാങ്ങി പൊരിക്കുക. അല്ലെങ്കിൽ ഉണക്കമീൻ പറ്റുമൊന്നുമില്ല, എന്നാലും തൊട്ട് കൂട്ടാനായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ട. നമുക്ക് ഇതാക്കണം മലയാളികൾക്ക്. ഒരു എരിവില്ല എന്തെങ്കിലും ഇല്ലെങ്കിൽ, ഒരു മീനിൻ്റെ തലക്കഷ്ണമെങ്കിലും ഇല്ലെങ്കിൽ എങ്ങനെ ചോറിറങ്ങുക, അതേപോലെയാണ് കേട്ടോ. അമ്മക്ക് തോന്നുമ്പോൾ വരും, പിന്നെ നമുക്ക് തോന്നുമ്പോൾ പോവും. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇത്ര ദിവസത്തിനൊന്നും കണ്ടെന്നല്ല വരിക. നമുക്ക് പോകാനും പകുതിയാകുമ്പോൾ കൊണ്ടാക്കി തരികയും അറിയുമ്പോൾ അങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വരിക അറിയുമ്പോൾ അങ്ങോട്ട് വരും. അങ്ങനെയാണ് അമ്മൻ്റെ കഥ ഉള്ളത്. അപ്പം മക്കളൊക്കെ ഇതാക്കണം ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചോറിന്ന് അങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെയാണ് പോയി. ഇതിപ്പോൾ തലേന്നും പിറ്റേന്നൊക്കെ ആയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്ന് രാത്രി 30 നമ്മളെ കുഞ്ഞാറ്റൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര വയറുവേദനയായിരുന്നു. കാരണം നിലവിളിക്കുന്നുണ്ട്, വയറുവേദനയോന്നും പറഞ്ഞിട്ട് നിലവിളിക്കുക തന്നെയായിരുന്നു. ആദ്യം ഞാൻ വെച്ച് മൂത്രപ്പഴുപ്പും കാര്യങ്ങളും എന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയെന്ന്. രാത്രി ഒരു 10-10:30 ആയപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി. അപ്പം ഡോക്ടറിന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. പിറ്റേന്ന് ഇപ്പം തൽക്കാലം ഞാൻ വേദനയ്ക്കുള്ള ഒരു മരുന്ന് തരാം, നമ്മൾ പിറ്റേന്ന് തന്നെ കൊണ്ടുപോയാണ്ട് ഒന്ന് സ്കാൻ ചെയ്ത് വരി. ഇനിയിപ്പം എന്താ പറയുക, അപ്പൻഡിറ്റീസോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളില്ലേ വയറിൽ, അപ്പോൾ അതാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്കാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്കാനിങ് റൂമിൽ എത്തിയതാണ്. ഭയങ്കര പേടിയുണ്ട്, കയ്യും കാലൊക്കെ വിറക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വെള്ളം കുടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. വെള്ളം കുടിക്കാനല്ല, സ്കാൻ ചെയ്യാനായിട്ട് വെള്ളം കുടിക്കണം. അപ്പോൾ ഇതൊന്നും 30 അറിയില്ല. ഏതായാലും സ്കാനൊക്കെ ചെയ്ത് ഞങ്ങൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. സ്കാനൊക്കെ ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡോക്ടറെ കാട്ടിയിട്ട് വേണം പോവാനായിട്ട്. അപ്പം മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സൂക്കേട് വരുമ്പോൾ ഭയങ്കര ബേജാറാണല്ലേ, എന്താവും എന്നുള്ളത്. അപ്പോൾ ഒന്നാമത് വെള്ളം കുടിയും കാര്യങ്ങളൊക്കെ കുറവുള്ളത് കാരണമാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാട്ടിയപ്പോൾ പറഞ്ഞു വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, വെള്ളം കുടിയും ഭക്ഷണം ഒക്കത്തിനൊരു ടൈമും കാര്യങ്ങളും ലെവലും കാര്യങ്ങളൊക്കെ വേണം. വെള്ളം കുടിയൊന്നും തീരെയല്ല. പിന്നെ സ്കൂൾക്കൊക്കെ പോകുകയല്ലേ, മൂത്രമൊഴിക്കാൻ മുട്ടുന്ന് പേടിച്ചാണ്ട് വെള്ളം കുടിക്കാതെ അങ്ങനെ നിൽക്കണതും ആകാം. അപ്പം അങ്ങനത്തെ സുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നാലും ഗുളിക തന്നിട്ടുണ്ട് വേദന ഉണ്ടാകുമ്പം. ഇനിയിപ്പോൾ ഒന്നുകൂടി സ്കാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാണ്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ അവളെ കരച്ചിലും വിളിയൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ വലിയ കുഴപ്പമുണ്ട് എന്നുള്ളത്. പക്ഷേ ഭാഗ്യത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരാഴ്ചക്ക് മരുന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാട്ടിയിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ നമ്മളെ ഓട്ടോറിക്ഷക്കാരനായതുകൊണ്ട് തിരക്കടില്ല അവിടെ ഇവിടെയൊക്കെ നിർത്താനായിട്ട്. പിന്നെ എണ്ണക്കടികളും കാര്യങ്ങളൊന്നും കൂട്ടണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരാഴ്ചയോളം നമുക്ക് ഇലക്കറികൾ തന്നെ കൂട്ടാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതാണ് ആകപ്പാടെ 30 ഇടങ്ങേറായത്. നമ്മളെ കുഞ്ഞാറ്റൊക്കെ ഇടങ്ങേറായത് ആ ഇലക്കറി മാത്രം കൂട്ടാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഇലക്കറി ഉണ്ടാക്കുമ്പോൾ ഓല പരിപാടി എന്താ വെച്ചാൽ അതിൽ വെള്ളം മാത്രമേ എടുക്കൂ, കഞ്ഞിവെള്ളം മാത്രമേ എടുക്കുകയുള്ളൂ. ഇലയൊക്കെ അങ്ങോട്ട് നീക്കി വെച്ചാണ്ട് വെള്ളം മാത്രമേ എടുക്കുകയുള്ളൂ, അതിൻ്റെ ചാറ് മാത്രമേ കൂട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ മക്കളാണ് ഇപ്പം ഉള്ളത്. പിന്നെ ഇത്തിരി രക്തത്തിൻ്റെ കമ്മി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചൊള്ളാണ്ടി ഒന്ന് വരകി കൊടുക്കണം എന്ന്. ചൊള്ളാണ്ടികളും പിന്നെ പഴവർഗ്ഗങ്ങളോ അല്ല പരിപ്പ് വർഗ്ഗങ്ങളോ അങ്ങനെ എന്തൊക്കെയോ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരാഴ്ച ഗുളിക കുടിക്കട്ടെ എന്താണെന്ന് നോക്കാം. പിന്നെ അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അതാക്കണം ആശുപത്രിയിൽ വന്നിട്ടുണ്ട്. മൂപ്പരെ മുന്നേ അതിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വീണ്ടും നമ്മൾ ഇതാക്കണം എല്ല് ഡോക്ടറുടെ അടുത്താണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കഥ വല്ലാത്തൊരു കഥ തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഒരു 1-ാം തീയതി ജൂൺ 1-ാം തീയതി ഞാനൊരു വീഴ്ച കഴിഞ്ഞു. രാവിലെ തന്നെ ഞാൻ അവിടെ നല്ല മഴയായിരുന്നു. അന്ന് ആ ഒരു ദിവസത്തിന് നല്ല മഴയായിരുന്നു കേട്ടോ. മഴയായപ്പോൾ ഞാൻ വിറകെടുക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതും അടിപൊളിയായിട്ട് ഞാനൊന്ന് വീണു. അപ്പം വീണപ്പോൾ കൈ കുത്തിയിട്ടാണ് വീണത്. ഒന്ന് താങ്ങിയാണ്ട് കൈ കുത്തിയിട്ട് അന്ന് മുതലേ നമ്മളെ കയ്യിന് വേദനയാണ്. ഇടത്തെ കയ്യിന് നല്ല വേദന ഉണ്ടായിരുന്നു. അത് പിന്നെ നീറി അങ്ങനെയാണ് വേദന ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ മൈൻഡാക്കിയല്ല, ഇല്ല കുഴമ്പും കാര്യങ്ങളൊക്കെ തേച്ചിട്ട് ഞാൻ അങ്ങനെയാണ് പോയി. പിന്നെ പക്ഷേ കൈ മടക്കാനോ എടുക്കാനോ ഫോൺ പിടിക്കാനും കൂടി കഴിയാത്തൊരവസ്ഥയായിപ്പോയി.
അപ്പോൾ നമ്മളെ സൂക്കട പൊതുവേ നമ്മളങ്ങനെ കാര്യമാക്കാറില്ല കേട്ടോ. തീരെ കഴിയാതാകുമ്പോഴാണ് നമ്മൾ പുറത്ത് വിടുകയുള്ളൂ. അല്ലാത്തൊക്കെ നമ്മൾ തന്നെ ഒരു റെമഡി കാരണം അങ്ങനെ ആക്കലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞേരാണ് മൂപ്പര് എവിടെയോ കയ്യും തട്ടി വന്നിട്ട് കൈവേദനയാണോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ നടക്കുന്നു കേട്ടോ. നല്ല കൈവേദന ഉണ്ടായിരുന്നു. നമ്മളെ മാതിരിക്കല്ലല്ലോ, പണിക്ക് പോകുന്ന ആൾക്കാരല്ലേ, കുറച്ച് ശ്രദ്ധയും കാര്യങ്ങളൊക്കെ വേണം. അപ്പം എനിക്കും തന്നെ ബേജാറായി, നമുക്ക് ആകെ തിന്നാൻ തരാമല്ലത് മൂപ്പര് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളും തന്നെ എങ്ങോട്ടും പോകലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓടി നമ്മൾ ഓർത്തോ കാട്ടി. നമ്മൾ മൂപ്പരെ കൈ ഓപ്പറേഷൻ ചെയ്ത ആ ഡോക്ടറെ തന്നെ കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്നപ്പം ഇങ്ങനെ ഈ ഒരു മസിലിൻ്റെ ചെറിയൊരു പ്രശ്നമാണെന്നാണ് പറഞ്ഞിട്ട്, അങ്ങനെ വീണ ആ ഒരു വീഴ്ചയിൽ മസിൽ എന്തോ ഒന്ന് ജാമായതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 7 ദിവസത്തിന് ഗുളിക തന്നു. വരാനുള്ളത് മക്കളെ വയ്യ തങ്ങൊന്നുമില്ല, നമ്മളെ തേടി തന്നെ വരും. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തു.